welcome back to my YouTube channel. It's me, Nimi. So, ഇന്ന് വീഡിയോ ഞാനൊരു ക്വിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് ഉച്ചയ്ക്ക് മുതലുള്ള ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. നോട്ട് ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ കുട്ടി കാര്യങ്ങൾ, അതായത് ഞാനിപ്പോൾ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഞാൻ അതിന് മുമ്പ് ഒരു ഷോർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഈ ഒരു മേക്കപ്പ് ലുക്ക്, ഇതൊരു മേക്കപ്പ് ലുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. വീട്ടിലിരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി തോന്നിയിട്ടുള്ളൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രം. ബട്ട് ഇപ്പോൾ തന്നെ ഓയിലി ആയിട്ടുണ്ട് മുഖം. സോ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് നീനി. ആൻഡ് ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്, ഉച്ചയ്ക്കത്തെ ഫുഡ്. ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഷോർട്സ് ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ എന്താണ് ചേച്ചി എനിക്ക് വേണ്ടി സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഇത് കണ്ടിട്ട് പിസ്സയൊക്കെ ആക്കണ പോലെ തോന്നുന്നു. ആക്ച്വലി ഓംലേറ്റ് ആണ് ഗൈസ്, ഓംലേറ്റ്. ചേച്ചി പറയുന്ന ചേച്ചീനെ വീഡിയോയിൽ കാണിക്കരുതെന്നൊക്കെയാണ്. ബട്ട് ദെൻ എനിക്കറിയില്ല എന്താ അങ്ങനെ പറയുന്നതെന്ന്. കാരണം ചില വീഡിയോസിൽ ഷീ ഈസ് ഓക്കെ വിത്ത് ഫേസ് റിവീൽ ചെയ്യാനൊക്കെയാണ്. ബട്ട് എനിക്ക് ചില വീഡിയോസ് എടുക്കുമ്പോൾ ചേച്ചി പറയും വേണ്ട, ഞാൻ പ്രൈവറ്റായിട്ട് എൻ്റെ പ്രൈവസി നശിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയും. എനിവേസ് നമുക്കത് കാണിക്കണ്ട. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കാണിക്കാനൊക്കെ പോകുന്നതല്ലേ. ഓക്കെ, ദെൻ എന്താ നമുക്കൊരു ചിറ്റ് ചാറ്റ് നടത്തിയാലോ. സോ ഗൈസ്, എന്താണ് സംഭവം എന്ന് വെച്ചാൽ എന്താണ് ഞാനിപ്പോൾ വ്ളോഗൊന്നും എടുക്കാറില്ല. ഇങ്ങനെ പണ്ട് ഞാനൊരു വ്ളോഗ് എടുത്തിട്ട്, അതായത് പണ്ട് എനിക്കൊരു ചാനലുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടൊരു Q&A ഒക്കെ ഞാൻ നമുക്ക് റെഡിയാക്കും. കാരണം ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കമൻറ്റും ലൈക്കൊക്കെ തരുന്നുണ്ട് നിങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ വെള്ളി വരുന്നുണ്ട് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, അപ്പം എന്നാലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഗ്രോ ചെയ്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ പിന്നെന്താ പറയാനുള്ളത്? അപ്പം നമുക്ക് Q&Aയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം നമുക്ക് ഓംലേറ്റ് ഉണ്ടായി നോക്കിയിട്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫൈൻ. നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ? എന്നാ ഇതെനിക്ക് ഏതെങ്കിലും മതി. ഇത്രയും എനിക്ക്. ഓ മൈ ഗോഡ്. നമ്മൾ ഓംലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വേറെ കറി? എന്താ രസം? എന്താണ് രസമുണ്ട്, നമുക്ക് രസം എടുക്കാം. ഫിഷ് ഫ്രൈ ഉണ്ട്, ബട്ട് എന്നാലും ഞാൻ കഴിച്ചു. ചേച്ചി എനിക്ക് തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ എരില്ല. അത് ആ പാട്ട് ഇഷ്ടമാണോ? അതേതാ പാട്ട്? ഫസ്റ്റ് ലൈൻ പറ. ഫസ്റ്റ് ലൈൻ. അങ്ങനെ പറയരുത്. പാട്ട് ഇഷ്ടപ്പെട്ടാൽ പാട്ടിൻ്റെ ലിറിക്സ് പറയണം. അല്ലേ ഗൈസ്, പാട്ടിൻ്റെ ലിറിക്സ് അറിയണ്ടേ? ചിലർക്ക് ഉണ്ടാവില്ല പാട്ടിൻ്റെ ട്യൂൺ മാത്രമേ അറിയുള്ളൂ, ലിറിക്സ് അറിയില്ല. ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും. ബട്ട് എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ലിറിക്സ് നമുക്ക് പാടാൻ പറ്റും, ഇഷ്ടപ്പെട്ട പാട്ട്. ഓക്കെ, ഞാനിപ്പോൾ കഴിക്കാൻ പോകും. സോ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡാൻസേഴ്സിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള കുറച്ച് പരിപാടികളൊക്കെ വരുമ്പോൾ ലൈക്ക് ഒരു കൈകൊട്ടിക്കളി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട്, കൈകൊട്ടിക്കളി ആൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യും. ഹലോ, ഇതാണ് നമ്മൾ ഡാൻസ് ടീച്ചർ ലിനിത രമേശ് ബാബു. ഓക്കെ, ഗൈസ്, അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ഒറ്റയാണോ എക്സാമിന്? അത് പിന്നെ ഫ്രൂട്ട്സ് ഡേ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രൂട്ട്സ് ഡേ ഇയാൾ ഓറഞ്ചായിരുന്നോ? എന്നിട്ട് അപ്പോൾ എന്താ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡേ ഏകദേശം
പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായി ഗൈസ്. എന്തായാലും ഇവു ഗോട്ട് സർപ്രൈസ്. അവൻ്റെ അച്ഛൻ വന്നു വൈകിട്ട്. അപ്പോൾ ഇവനറിയില്ലായിരുന്നു വരുമെന്ന്. അപ്പോൾ എന്തായാലും വന്നപ്പോൾ അവൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഗൈസ്.